50 സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി വിരിയിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ രാഹുൽ കാലിച്ചാനടക്കം വരഞ്ഞൂറിലാണ് ആരെയും ആകർഷിക്കും വിധം ഓണത്തെ വരവേറ്റ് ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. 3000 ചെടികളിലായാണ് ഇരുനിറങ്ങളിലായി പാറപ്പുറത്തെ പൂക്കൃഷിയുടെ വർണ്ണക്കാഴ്ച. 3 മാസം മുൻപ് സോഫ്റ്റ്വെയർ ഡെവലപ്പറായ രാഹുൽ ആരംഭിച്ച കൃഷിയാണ് വിജയകരമായത്. കൃഷിയിലേക്ക് വരാൻ കാരണം ഞാൻ ഇതിൻ്റെ കൂടെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊരു കീടനിയന്ത്രണം എന്നുള്ള രീതിയിൽ പച്ചക്കറിയുടെ ചുറ്റും നട്ടിരുന്നു. അപ്പം ഒരു ചെടി നട്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്ലവർ ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാനിത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ട് 2 വർഷം മുമ്പ് ലോക്ക്ഡൗണിന് ശേഷമുള്ള ആദ്യത്തെ വർഷം 1000 ചെടി ഞാൻ നട്ടിരുന്നു. പക്ഷെ അത് എനിക്ക് വലിയ ഇതിനെപ്പറ്റി പഠിക്കാഞ്ഞുകൊണ്ടാണ് അത് മൊത്തം ഫ്ലോപ്പായിപ്പോയി. ഒരു ചെടി അതിന് ഓണം ആയപ്പോഴത്തേനും എനിക്ക് 3 ചെടി അങ്ങോട്ട് ബാക്കിയുള്ളൂ. 1000 ചെടി നട്ടിട്ട് 3 ചെടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിൽ നിന്നുള്ള ഓരോരോ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഇപ്പം ഇപ്രാവശ്യം ഈ 3000 ചെടി നട്ടിട്ടുള്ളത്. ഇത് വലിയ രീതിയിലുള്ള മോശം വന്നിട്ടില്ല. പിന്നെ ഇപ്പം ഈ മഴയാണ് പ്രശ്നം വന്നിട്ടുള്ളത്. ബാക്കി എല്ലാം നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അതെ, ഓണമാണ്. നമുക്ക് ഓണത്തിന് മാത്രമേ ഇതിന് വിപണിയുള്ളൂ. അതിന് മുമ്പും വിപണിയില്ല. അപ്പോൾ ഓണത്തിൻ്റെ ഒരു ടൈം ആകുമ്പോഴത്തേന് 200-250 രൂപയൊക്കെ പൂവിന് വില വരാറുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 200 രൂപയ്ക്കാണ് പൂ വിറ്റത്. അത്യാവശ്യം നല്ല രീതിയിൽ. ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ താഴെ ഭാഗത്തായിരുന്നു, ചെരുവിനായിരുന്നു നട്ടത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം കുഴപ്പമില്ലാത്ത വിളവുണ്ടായിരുന്നു. പ്രാവശ്യം അതിനേക്കാളും പൂക്കൾ ഉണ്ട്. പക്ഷെ ഈ മഴയാണ് പ്രശ്നം. കൃഷി അല്ല, അത് വലിയ പ്രതിസന്ധിയില്ല. അത് നല്ല രീതിയിൽ നല്ല വളക്കമുള്ള മണ്ണാണ്. കുടുംബത്തിലിപ്പം അച്ഛൻ, അമ്മ, അനിയത്തിയുടെ കുട്ടിയുണ്ട്, പിന്നെ അളിയനുണ്ട്. അപ്പം നമ്മൾ ഫാമിലി ആയിട്ടുള്ളൊരു ഫാമിംഗ് ആണിത്. ഫാമിംഗ് വിത്ത് ഫാമിലി എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ മഴ പെയ്തില്ലായിരുന്നു ഇതൊന്നും ആവില്ല. 5-ാം തീയതി ആകുമ്പോഴേക്ക് നല്ല വാങ്ങലാട്ടി കുറേ പൂ കുറച്ച് പോകും. ഇതിപ്പം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മാരിഗോൾഡാണ്. പക്ഷെ ഇതിൻ്റെ വിത്ത് നമുക്ക് എടുത്താൽ ഇത് തൈ മുളക്കില്ല. ഹൈബ്രിഡ് തൈ തന്നെ നമ്മൾ വാങ്ങിക്കണം. അപ്പം തൈയുടെ ഒരു വിത്തിന് തന്നെ ഏകദേശം 4 രൂപയുടെ അടുത്ത് റേറ്റ് ഉണ്ട് ഈ ഇനത്തിൽപ്പെട്ട മാരിഗോൾഡ്.